കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പനീർ ബുർജിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് റെസിപ്പി പനീർ ബുർജിയാണ്. സിമ്പിളാണ്. നമ്മൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു പനീർ ബുർജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. പനീർ ബുർജി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, മഞ്ഞൾപ്പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ജീരകം, പിന്നെ ഇതെല്ലാം തന്നെയാണ്. ഇതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, കുറച്ച് തക്കാളി ചെറുതായി അരിഞ്ഞതാണ് എല്ലാം. പിന്നെ സവാള, ഒരു സവാള, വലിയ സവാളയാണ്, അത് നന്നായി ചെറുതായി അരിഞ്ഞത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് പനീർ ബുർജി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ആയി കഴിയുമ്പോൾ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. കുറച്ച് 2 ടേബിൾ സ്പൂൺ നല്ലോണം വേണം. അതായത് നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നത്, ഗ്രേവി ഇല്ലാത്ത കറിയാണല്ലോ, ബുർജിയാണല്ലോ, ഡ്രൈ ആയിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് കുറച്ച് ഓയിൽ ചേർക്കണമായിട്ട്. സവാളയൊക്കെ വഴറ്റുന്നതിന് കുറച്ച് ഓയിൽ എന്തായാലും വേണമല്ലോ. കുറച്ചുകൂടി ടേസ്റ്റി ആവാൻ വേണ്ടി കുറച്ച് ഗീ ചേർക്കുന്നു. ഇത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ജീരകം ഇട്ട് പൊട്ടിക്കണം. ചൂടായ പാനിലേക്ക് നമ്മൾ ജീരകം ഇട്ട് പൊട്ടിക്കണം. ജീരകം പൊട്ടിയ ശേഷം നമുക്ക് സവാള ഇടണം. നമ്മൾ ജീരകം ഇട്ട ശേഷം സവാള ഇട്ട് വഴറ്റുകയാണ്. കുറച്ചൊരു നിറം മാറുക വേണ്ട, ഒരുപാട് ബ്രൗൺ ആവണ്ട. സവാള നന്നായി വഴറ്റുക. സവാള ഒന്ന് നന്നായി വഴറ്റി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വേഗം വഴറ്റി കിട്ടും. കുറച്ച് ഉപ്പ് ചേർക്കുക. കുറച്ച് നേരം കൂടെ വഴറ്റിയ ശേഷം, ഇത് ഡ്രൈ ആയിട്ടുള്ള കറിയാണ്, അതിൽ വെള്ളമേ ചേർക്കുന്നില്ല. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ വഴറ്റി തന്നെ എടുക്കണം. ഓരോന്നും വഴറ്റി എടുക്കുകയാണ്. സിമ്പിളായിട്ടുള്ള കറിയാണ്, കുറച്ച് റെസിപ്പി ആവശ്യമുള്ളൂ. നല്ല ടേസ്റ്റിയാണ്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഓക്കെ, ഇനി നമ്മൾ വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞതാണ്. പച്ചമുളകും കൂടെ ചേർക്കാം. നന്നായി വഴറ്റണം. കുറച്ച് നേരം, ഒരു 2 മിനിറ്റ് വഴറ്റുക. രണ്ട് മിനിറ്റ് നമ്മൾ വഴറ്റി, കുറച്ച് ഒരുപാട് ബ്രൗൺ ആവാതെ തന്നെ കുറച്ച് ഇങ്ങനെ ഇത്രത്തോളം വഴറ്റിയായാൽ മതി. ഇതിലേക്ക് നമ്മൾ തക്കാളി, ഒരു തക്കാളിയാണ് അതിലുള്ളത്. ഒരു 3 പേർക്ക് 4 പേർക്ക് കഴിക്കാനാണെങ്കിൽ ഇത്രയും മതി. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ പേരാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ടൊമാറ്റോയും സവാളയൊക്കെ നമ്മൾ ഇത് കൂടുതൽ ചേർക്കുക. ഇത് 3 പേർക്ക്, ശരിക്കും പറഞ്ഞാൽ 3 പേർക്കാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് മല്ലിയില ചേർക്കുക അതിൻ്റെ കൂടെ.
ഇത് ലാസ്റ്റ് നമുക്കൊന്നുകൂടി പൊടികളൊക്കെ ഇട്ട ശേഷം മല്ലിയില ഒന്നുകൂടി ഇടണം. ഈ ടൊമാറ്റോയുടെ കുറച്ച് ആ പച്ചച്ചുവയൊക്കെ ഒന്ന് പോകുന്നവരെ വഴറ്റുക. എഗ്ഗ് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെയും എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്നത് പോലെയും തന്നെയാണ് പനീർ ബുർജിയും. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കാം. ഓരോരുത്തർ ഓരോ ഇൻഗ്രീഡിയൻസിൽ ചില മാറ്റങ്ങൾ ചിലവർക്ക് വരുമായിരിക്കാം. ഞാനിവിടെ എപ്പോഴും ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിലിപ്പോൾ ജീരകം ആദ്യം ചേർത്തിട്ടില്ല. ബാക്കിയെല്ലാം സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെയാണ് നമ്മൾ വഴറ്റിയത്. കുറച്ച് ആദ്യം നെയ്യും കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത്. അതിങ്ങനെ വഴറ്റിയ ശേഷം നമ്മൾ പൊടികൾ ചേർത്ത് ലാസ്റ്റ് നമ്മൾ പനീർ ചേർത്തിയാൽ മതി. കുറച്ച് സിമ്മാക്കുക, ഗ്യാസ് കുറച്ച് സിമ്മാക്കിയ ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. പൊടികൾ ഇടുമ്പോൾ എപ്പോഴും ഗ്യാസ് സിമ്മാക്കി വെക്കണം. മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി ഇടുന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി കരിയാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുക്കാം. ഇതെപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വേണമെങ്കിൽ സ്പൈസി ആക്കാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. ഈ കറിയിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പം നമ്മളിത് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യാം. കുരുമുളക് പൊടി ഇട്ടു. ഇനി ഗരം മസാല വളരെ കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു 1/4 സ്പൂൺ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കുത്തൽ, മസാലയുടെ കുത്തലുണ്ടാകും. വഴറ്റുക. മല്ലിപ്പൊടിയൊന്നും ചേർത്താനില്ല ഇതിൽ. ഇതിങ്ങനെ വഴറ്റുക തന്നെയാണ്. ഇതിലെല്ലാ പൊടികളും ചേർത്തി കഴിഞ്ഞു. കുറച്ചുകൂടെ ഉപ്പ് നമുക്ക് ചേർക്കണം. കുറച്ച് ചേർത്താം. ഈ മല്ലിയില കുറച്ച് ചേർത്തി നമുക്ക് വഴറ്റിയ ശേഷം 2 മിനിറ്റ് ശേഷം ഇനി നമ്മൾ പനീർ ചേർക്കുന്നത്. ഇതിലേക്ക് പനീർ ചേർത്തിട്ട് സിമ്മിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏകദേശം കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത്രേ പണിയുള്ളൂ. വളരെ സിമ്പിളാണ്. ഇതൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. 4 ഒന്നുകൂടെ വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കാം. ഈ മസാലയിലൊന്ന് കിടന്ന് ഇതിൽ ചേർന്ന് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പനീർ ബുർജി റെഡിയാവും. ഒന്നുകൂടി നമ്മൾ ചെറുതായിട്ട് സ്പൂൺ കൊണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതായത് ഇതിൽ മസാലയൊക്കെ ശരിക്കൊന്ന് പിടിക്കാനാണ്. ഇത് പനീർ ഇതിൽ ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല. ഒരുവിധം ഇങ്ങനെ മസാല കിടന്ന് ഇങ്ങനെ ഈ മസാലകളെല്ലാം ഇതിലേക്ക് പിടിക്കും. കുറച്ചുകൂടി കാണാനായിട്ട് നല്ല ക്യാമറയിൽ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇതാ കാണുന്നുണ്ടല്ലോ. ഇതായിരിക്കും പനീർ ബുർജിയുടെ കണ്ടീഷൻ. ഇങ്ങനെയാണ് ഉണ്ടാവും. ഡ്രൈ ആയിട്ടുള്ള കറിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ 3 പേർക്ക് മതിയാവുള്ളൂ. ക്വാണ്ടിറ്റി കൂട്ടണം. നമ്മൾ സവാള, തക്കാളി ഇതെല്ലാം കൂട്ടുമ്പോൾ പനീറിൻ്റെയും ക്വാണ്ടിറ്റി കൂട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കിട്ടും. ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി അധികം പനീറിനെ ഇട്ടിങ്ങനെ വേവിക്കരുത്. ഇനി നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. ഇതിലേക്ക് കുറച്ച് ഒരു നുള്ള് ഗരം മസാല വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി. ഇതെല്ലാം ടേസ്റ്റ് ഇപ്പം നോക്കിയിട്ടില്ല ഞാൻ. ഉപ്പൊക്കെ ശരിയാണോ എന്നൊന്നും കൂടെ ഒന്ന് നോക്കണം. ക്യാമറ കയ്യിലിരിക്കുകയാണല്ലോ. അപ്പം അങ്ങനെ നമ്മളത് ആദ്യം ഉണ്ടാക്കി കഴിയട്ടെ. നോക്കിയ ശേഷം നമുക്ക് ഉപ്പ് കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്തി കൊടുക്കാം. ഇതിൽ ഉപ്പുണ്ടോയെന്നൊന്ന് നോക്കട്ടെ.
കുറച്ച് ഉപ്പ് ചേർത്താനുണ്ട്. കുറച്ച് ഉപ്പിട്ട് കുറച്ചുകൂടെ കുരുമുളക് പൊടിയുടെ ആവശ്യം പറ്റും. എല്ലാം ഞാൻ കുറവായിരുന്നു ചേർത്തിയത്, അതുകൊണ്ട് കുരുമുളക് പൊടി കുറച്ചുകൂടെ ചേർക്കുന്നുണ്ട്. ഓക്കെ, മല്ലിയിലയും കുറച്ചും കൂടി ഇട്ടു, ഓഫ് ചെയ്തു. ഈ ചൂട് തന്നെ ഈ കുരുമുളക് പൊടി കിടന്ന നല്ല മണം ഉണ്ടാവും. എല്ലാ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങണതിന് വേണ്ടി നമ്മളതിനെ ഒന്ന് അടച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. കറി റെഡിയായി. അപ്പം നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ പനീർ ബുർജി നമ്മൾ സെർവിങ് ബോളിലേക്ക് മാറ്റി. ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടുക. നമുക്ക് 3 പേർക്കൊക്കെ കഴിക്കാനാണെങ്കിൽ ഇത്രയും ക്വാണ്ടിറ്റിയാണ് കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ പുതിയ റെസിപ്പീസായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.